ഷീബയുടെ വീട്ടിൽ ആരോ കേറി. കള്ളനാ? കള്ളനല്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കള്ളനാ? നിങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ നിക്കല്ലേ. ആര്? ഷീബയ്ക്ക? ഈ വല്ല നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളെ പറ്റിട്ട് അനാവശ്യം പറയാൻ നിക്കണ്ട. ഞാനും അതന്നെയൊന്നും ആദ്യം ആലോചിച്ചത്. പിന്നെ ആ സ്ത്രീ ഉണ്ടല്ലോ, അതിന്റെ വാപ്പാനെയും അതിന്റെ ഉമ്മാനെയും പടച്ചോനെയും എല്ലാരും പിടിച്ച് സത്തിട്ട് രാത്രി ആകുമ്പോ കാണാറുണ്ട്. ഞമ്മളുടെ ഈ മതിലില്ലേ, ഒന്നാമത് ആ ജമീലാത്താനായിട്ടുള്ള കമ്പനി ആദ്യം അവസാനിപ്പിക്കണം. ആ വീട്ടിൽ ആരാ കേറുന്നു? ഈ ഷീബയുടെ വീട്ടില് ആരാ അവിടേക്ക് വരുന്നു? അവിടെ ഒരു നിഴൽ അനങ്ങണ്ട. ഇങ്ങനെ നോക്കി CCTV ആയിട്ടിരിക്കുകയാണ് ജമീലാത്ത. ആ എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് ഈ ഇതിങ്ങനെ പറഞ്ഞു തരും ചെയ്യാ വല്ല പെണ്ണുങ്ങളെ പറ്റിയിട്ട്. എന്റെ പൊന്നാരിക്കൈക്ക് എന്തെങ്കിലും അറിയോ? ഞാൻ ഇതിനുള്ളിൽ കുത്തിരിക്കുന്ന ആളല്ലേ, എനിക്കിത് എന്തെങ്കിലും അറിയോ? ഞാൻ അവര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് ഞാൻ എക്കാരോട് പറഞ്ഞു. ഞാനി ഒരു കാര്യം പറയട്ടെ, ഞാന് എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വേറെ ആരോടും പോയി പറയോ? ഇതൊക്കെ ശരി. എന്തിനാണ് പിന്നെയും ജമീലാത്ത പറയണത് വിശ്വസിക്കാൻ നിക്കണത്? അല്ലേ, പുള്ളിക്കാരത്തിനോട് 5-6 കാര്യങ്ങൾ പറഞ്ഞേ. ഇത് കേക്ക്, നമ്മുടെ ഈ മതിലിന്റെ മൂലല്ലേ, അതിന്റെ അവിടെ അത്ര ചാടുക. മതിലിന്റെ മൂല ആ ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ തന്നെ കണ്ടിട്ടില്ലേ. പിന്നെ പറയാണ് ഈ അവീതക്കാരനുണ്ടല്ലോ, അവീതക്കാരനായിട്ട് ഇപ്പോൾ 24 മണിക്കൂറും കോളിംഗ് അത്രേ. അത് അവിഹിതക്കാരനായിട്ടാണ് ഈ കോളിംഗ് എങ്ങനെയാണ് ഈ ജമീലാത്തൊക്കെ അറിയാം? പിന്നെ നാട്ടില് തളർന്നു കിടക്കണ കെട്ടിയോനായിട്ട് ഇവിടെ കോൾ ചെയ്യോ? പിന്നുള്ളത് കെട്ടിയോനാ. ഇപ്പൊ ഞാൻ ഇന്റെ കാനെ വിളിക്കുന്നുണ്ട്, മണിക്കൂറോളം നമ്മൾ ചിലപ്പോ വർത്താനം പറയാറുണ്ട്. നിന്റെ കായല്ലേ, നിന്റെ ഭർത്താവല്ലേ. ഇത് ഇവള് 24 മണിക്കൂറും വർത്താനം പറഞ്ഞത് പിന്നെ ആരുടെയിട്ടാ? ഓളെ കെട്ടിയോനോടെ തളർന്നു കിടക്കുക. ഓളെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, ഷീബ 24 മണിക്കൂറും കോള് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അത് അഭിഹിതക്കാരനായിട്ടാണ് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ജമീലാത്തൊക്കെ അറിയാം? 24 മണിക്കൂറും ഒരാള് വർത്താനം ഒത്തിരിക്കാൻ ചെല്ലുന്നത് പ്രാന്താ. ഈ ജമീൽ ഈ പറഞ്ഞ ഷീബ ഇന്നെ വിളിച്ചിട്ട് സുലോ ഇന്ന കാര്യട്ടാ സെക്കൻഡുകളുള്ളൂ. അതെ, അതാ ഞാൻ ചോദിക്കണത്. അപ്പൊ ഈ ജമീലാത്ത് എങ്ങനെ ഇത് കാണുന്നത്? അവരെന്തിനാണ് ഏത് നേരവും ഷീബയുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്? ആദ്യം അത് നിർത്തണം. ജമീലാത്ത് ഏത് നേരം അങ്ങോട്ട് നോക്കിയിരിക്കണ പരിപാടി ഉണ്ടല്ലോ, അത് നല്ലതല്ല. അത് നിർത്തണം. എന്നിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്ത്രീ. അവിടേക്ക് ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ, ഇനി ഉദാഹരണത്തിന് ഞാനിട്ടേ ആ വഴിക്ക് പോകേണ്ട എന്നെ പറ്റിയിട്ടും പറയില്ല അങ്ങനെ. നല്ല കഥയായി. അവനെ ആവശ്യങ്ങൾക്ക് അവനാ പോയില്ല. അതന്നെ, ഇന്നാളിപ്പോ ഞാൻ ആ ഗേറ്റിന്റെ അധികാരം പോകുമ്പോ എന്നോട് എന്താ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ ഗേറ്റ് അല്ലേ? അല്ല, ഷീബയുടെ ഗേറ്റിന്റെ അധികാരം. ഞാൻ അപ്പുറത്തേക്കാണ്ട് പോവായിരുന്നു. തള്ളക്ക് നല്ല മുത്തം വരാന്താ. ഞാൻ തള്ള പറഞ്ഞ വിശ്വസിക്കില്ല. പക്ഷെ എന്താ സംഭവം അറിയോ? ഇവളുടെ ഒരു ഫോട്ടോ വാട്സാപ്പിൽ കിടന്ന് കറങ്ങേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയ? ഇവളുടെ ഷീബയുടെ ഫോട്ടോ എന്റെ പൊന്നിക്ക, അത് ഇങ്ങനത്തെ ഫോട്ടോ അല്ല. പിന്നെ ഇവിടെ പുറത്തേ ഈ ഭാഗത്ത് ഒരു വലിയൊരു മറുകുണ്ട് അത്ര. അപ്പോൾ ഇങ്ങനെ നിക്കണ ഫോട്ടോ അത്രേ. എവിടെ? ഈ ഭാഗത്ത് ഇങ്ങനെ എത്ര പോലും നിക്കണത്. ഇതൊക്കെയാണ് ഈ നോണാന്ന് പറയണത്. ഓളെ ഇവിടത്തെ മറുക എങ്ങനെ ആൾക്കാർക്ക് കിട്ടും? ഇവിടെ ഓൾക്ക് മറുകില്ല. അവളുടെ മറുക് ഈ ഒടിയിൽ ഇവിടെ അങ്ങനെ ആയിട്ടാണ്. അതെങ്ങനെ നിങ്ങൾക്കറിയാ? അല്ല, അവിടെ ആണെങ്കിലോ എന്നാണ് ഞാൻ. അവിടെ ആണെങ്കിലോ എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങള് ഇവിടെ ഈ ഭാഗത്തുള്ള മറുക് നിങ്ങൾക്ക് എങ്ങനെ അറിയാ? അല്ല, അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? ഇവിടെത്തെ മറുകാണല്ലോ വാട്സപ്പിൽ കറങ്ങുന്നത്. പക്ഷെ ഇവിടെ വലിയ ചിലപ്പോ ഇവിടെ ആണെങ്കിൽ എന്ത് പൊന്നിക്കോ വല്ലാണ്ട് താളം ചോട്ടല്ലേ. നിങ്ങളുടെ ഫോൺ എവിടെ? ഇന്ന് രാവിലെ നിങ്ങളുടെ ഫോൺ എവിടെ ഇരുന്ന്? ഞാൻ ഷീബനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ കിടന്നിട്ട് എങ്ങനെയാണ് കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പലതരത്തിലെ കളയും. പക്ഷെ കുടുംബം മറന്നിട്ടുള്ള വല്ല പരിപാടിയും ഇതിന്റെ ഉള്ളിൽ നിന്ന് ചാടലും വീടലും ഉണ്ടായിണ്ടെങ്കിലേ ഈ ചിരിക്കണ ഈ ചിരി ഉണ്ടല്ലോ, അത് ഞാൻ പരത്തും. ഞാന് സാധാരണഗതിയിൽ പെണ്ണുങ്ങളെ ഇട്ടെറിഞ്ഞു പോകും, പാപ്പാനെ അറിയിക്കും ഉമ്മാനെ അറിയിക്കും എന്നല്ല ഇഞ്ഞി പറയാൻ കിടക്കണത്. തീർക്കും ഞങ്ങളെ. ഇതൊക്കെ കിട്ടാണ്ട് ഈ സൂലുങ്ങളോട് ഒന്ന് പറയില്ല മോനെ. നാണും ഉമ്മാനോടൊന്ന് നിക്ക്.
ഒന്നില്ല 10-17 വയസ്സായ ഒരു മോനും 15 വയസ്സായ ഒരു മോളും ഇല്ല. ഞാനൊരു മലയാള അധ്യാപകനാത്രേ, നാണം കെട്ട മനുഷ്യൻ. അല്ല, ഞാൻ ഇത് ഒരു ഓളത്തിലാണ് ഓ പറഞ്ഞതല്ല. പിന്നെ നിങ്ങടെ ഓളെ നിങ്ങൾ എന്താ വിചാരിച്ച് ഗൂഗിൾ പേയിൽ ഓൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കില്ലാന്നാ? സാധാരണഗതിയിലേ കെട്ടിയോമാരെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഭാര്യമാര് നോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ ടെലഗ്രാമും ഗൂഗിൾ പേ വരെ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒന്ന് പതരെങ്കിലും ഇപ്പൊ നോക്കാൻ തുടങ്ങി. ഇനി മേലാല് ഇത് ഞാൻ എന്റെ ആങ്ങളാരനെയും വാപ്പാനെയും ഞാൻ അറിയിക്കണില്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്ന കേസേ ഉള്ളൂ. രാത്രിയാവുമ്പോഴേ ഇന്നെ ഉറക്കിക്കെടുത്തിട്ടുള്ള ഈ ചാട്ടുണ്ടല്ലോ നിർത്തിക്കോളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങള് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മലർന്നടിച്ച് കിടക്കും, നിങ്ങളുടെ ജീവൻ പോയിട്ട്. ഞാൻ മനസ്സ് പോലെ വേണ്ട, നോണ പറഞ്ഞു വരണ്ട. എല്ലാ എവിഡൻസും എന്റെ കയ്യിലുണ്ട്, അല്ലാണ്ട് ഒന്നും ഞാൻ പറയില്ല. എന്റെ കുട്ടികളെ തന്തായി പോയി എന്ന് വിളിച്ച നാവ് കൊണ്ട് ഇന്നെ കൊണ്ട് വേറെ വിളിപ്പിക്കരുത്. എന്റെ കുട്ടികളെ തന്തായി പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനുള്ളിൽ നിർത്തുന്നത്. ഈ വീടും സ്ഥലേ നിങ്ങളുടെ പേരിലല്ല, നിന്റെ പേരിലാ. ഓർത്തോളം ഉണ്ട്. ഒരു ഗൂഗിൾ പേയില് മെസ്സേജ് അയക്കാനും മാർഗം നാറിയാള് കാരണം.